നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷൻ അഥവാ BP എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. നമ്മൾ പ്രായമായിട്ടുള്ള ആളുകളിൽ കാണുന്നുണ്ട്, സ്ത്രീകളിൽ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ന് ചെറുപ്പക്കാരിലും കുറച്ചൊന്ന് വെയിറ്റ് കൂടിയ ആളുകളിലും ഇന്ന് BPയുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണിക്കാറുണ്ട്. പലർക്കും BP കുറയുന്ന പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പം BP കുറയുന്നത് ഒരു പക്ഷേ നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് BP പെട്ടെന്ന് കുറയുക. അതുപോലെ തന്നെ പെൺകുട്ടികളിലും സ്ത്രീകളിലൊക്കെ ആർത്തവ സമയങ്ങളിൽ പെട്ടെന്ന് BP കുറഞ്ഞു പോവുക, അവർക്ക് തലചുറ്റൽ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ തലചുറ്റൽ എന്ന് പറയുന്നത് BP കുറയുന്ന സമയത്ത് മാത്രമല്ല ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വല്ലാതെ BP കൂടിക്കഴിഞ്ഞാലും പെട്ടെന്ന് തല ചുറ്റുകയും ശക്തമായിട്ടുള്ള തലവേദന, തലയ്ക്ക് നല്ല രീതിയിലുള്ളൊരു കനം, ഭാരം, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ BP കൂടുന്ന സമയത്തും കാണിക്കാറുണ്ട്. BP കുറയുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അതായത് ഫുഡ് കഴിക്കാതെയാണ് നിങ്ങൾക്കിപ്പം BP കുറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപ്പിട്ട വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിടുകയോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ എന്ത് ചെയ്യണം? കുടിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ബ്ലഡ് പ്രഷർ കൂടുള്ളൂ. എന്നാൽ BP കൂടിയ സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് BP കൂടുക എന്ന് പറയുന്നത് നോർമലി പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. പക്ഷേ ചില ആളുകളുണ്ട്, BPക്ക് കുറേ കാലമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം അവർ മരുന്ന് കഴിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ BP കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത്തരം വ്യക്തികൾ BPയുടെ ടാബ്ലറ്റ് എടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ദിവസവും ഡെയിലിയും നിങ്ങളത് മറന്നു പോവാതെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പറയാനുള്ള റീസൺസ് നമുക്കറിയാം. BP പെട്ടെന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോക്കായിട്ട് മാറാം. അതുപോലെ തന്നെ അത് നമ്മുടെ കിഡ്നീനെ ബാധിക്കാം. പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരുപാട് കേസസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് BP കൂടിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് BP ഉള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മെഡിക്കേഷൻസ് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ BP കൂടുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ട്, രക്തം പോകുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രഷറാണ്. നമ്മൾ ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കുന്ന ഒരു പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നോർമൽ റേഞ്ച് കിടക്കുന്നത് 120/80 ആണ്. അപ്പോൾ ഈ 120-ന് മുകളിലായിട്ട് ഇത് കൂടുന്നു, അതുപോലെ തന്നെ 80-ന് മുകളിലോട്ട് അത് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 120-ൻ്റെ മുകളിൽ എന്ന് പറയുന്ന സമയത്ത് ഒരു 130/90 കുറേ കാലമായിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമല്ല. ഇതൊരു 140, 150 റേഞ്ചിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസമാണ് ഈ ഒരു തലക്കനോ തലയ്ക്ക് ഭയങ്കര ഭാരമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങളുടെ BP ഒന്ന് ടെസ്റ്റ് ചെയ്യാം. BP ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 150/90 ഒക്കെയാണ് നിങ്ങളുടെ BP കിടക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 3 ഡേയ്സ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു കാരണമായിട്ടാണ് BP ചെക്ക് ചെയ്തത്, അപ്പോൾ BP കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 3 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മോണിറ്റർ ചെയ്യണം. ഈ BPയിൽ വേരിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. അതിനുള്ള അടുത്ത സ്റ്റേജ്, അതായത് മെഡിസിൻസ് എടുക്കുകയോ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തുകയോ ഒക്കെ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ BPനെ നിസ്സാരമാക്കി വിടാൻ പാടില്ല. എന്തൊക്കെ ലക്ഷണങ്ങളാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടായിരിക്കാം, തലയ്ക്ക് ഭയങ്കര ഭാരം അനുഭവപ്പെടാം, അതുപോലെ തന്നെ ഛർദി, ഓക്കാനം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, ടോട്ടൽ ബോഡിക്കൊരു ക്ഷീണം പോലെ ഒക്കെ നമുക്ക് പെട്ടെന്നൊരു വിറയൽ പോലെയൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ BP കൂടുന്ന ആളുകളിലും BP കുറയുന്ന ആളുകളും ഈ വിറയലും വിയർപ്പുണ്ടാവുക, പെട്ടെന്ന് വിയർക്കുക, വിറയൽ വരിക, കുഴഞ്ഞു വീഴുക, ഇതൊക്കെയാണ് BP കുറയുമ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ BP കൂടുന്ന സമയത്തും ഈ ഒരു പെട്ടെന്നൊരു പരവേശം, ഉള്ളിൽ നിന്നൊരു പരവേശം ഉണ്ടാവുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് നല്ലോണം BP കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസ്, ഞരമ്പുകളൊക്കെ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് BPനെ നിസ്സാരമാക്കി കളയരുത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ BP ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് എടുക്കണം. അപ്പോൾ ചില ആളുകൾ മെഡിസിൻസ് കഴിക്കാത്തവരുണ്ട്, പക്ഷേ എല്ലാ കേസുകളിലും അങ്ങനെ മെഡിസിൻസ് കഴിക്കാതെ ഇരിക്കരുത്. അപ്പം ചെറിയൊരു വേരിയേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയറ്റിൽ വ്യത്യാസം വരുത്തുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് BP കൂടുന്നത് എന്ന് നോക്കാം. കാരണങ്ങൾ നോക്കുന്ന സമയത്ത് BPനെ തന്നെ നമുക്ക് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷനും രണ്ടാമത്തത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുമാണ്.
പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് സമയമെടുത്തിട്ട് ഒരു എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ സമയമെടുത്തിട്ട് വരുന്നതാണ്. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ബി പി കൂടുകയല്ല. നിങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്. നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെസ് അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബി പി കൂടും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള പല പല മാനസികമായിട്ട് നമുക്ക് വരുന്ന വിഷമങ്ങളും നമുക്ക് ബി പി കൂട്ടാനുള്ള കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ. ഇപ്പോൾ പ്രൈമറി എന്ന് പറയുന്നത് അതാണ്. സെക്കൻഡറി എന്ന് പറയുന്നത് മറ്റേതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ കിഡ്നി റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ട്, റീനൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് കുറേ കാലങ്ങളായിട്ട്, അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ അത് കിഡ്നിയെ ബാധിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് റിലേറ്റഡ് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ബി പി പ്രശ്നമുള്ള ആളുകളുണ്ട്. അങ്ങനെ സെക്കൻഡറി ആയിട്ടും നമുക്ക് ബി പിൻ്റെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പം ഏത് അസുഖമാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടി നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കറിയാം, ഒബിസിറ്റി, വണ്ണം കൂടുന്ന സമയത്ത് ബി പി കൂടാം. വണ്ണം കൂടിയ ആളുകൾ ഒട്ടുമിക്ക ആളുകളിലും ബി പിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അവർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ചില മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റ് പോലെ ബി പി കൂടുതലായിട്ട് ആളുകളിൽ കണ്ടുവരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രെസ്സ് ഒക്കെ നമുക്ക് ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി പിയുടെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആ ഒരു ബി പി ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ അത് കൂട്ടാനൊക്കെ കാരണമാകുന്ന കാര്യങ്ങളാണ് ആൽക്കഹോളിൻ്റെ ഉപയോഗം, കൂടുതലായിട്ട് മദ്യം കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്മോക്കിങ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളിൽ ബി പിയുടെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ബി പി ഉള്ള ആളുകൾ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമുക്കറിയാം സോഡിയം റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിക്കുക. സോഡിയം ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിക്കുക. അതായത് സോൾട്ട്, കോമൺ സാൾട്ട് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും ഫ്രൈഡ് ഐറ്റംസ് അല്ലെ പൊരിച്ച പലഹാരങ്ങൾ കഴിക്കുക. അതിപ്പം ഫിഷ് ഫ്രൈ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ഈ എണ്ണക്കടികൾ, ഈ പൊരിച്ചത് വറുത്തത് ആയിട്ടുള്ള എണ്ണക്കടികൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ബി പിയുടെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അച്ചാർ, അതുപോലെ തന്നെ പപ്പടം, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്സ്ചർ, ബേക്കറി ഐറ്റംസിൽ വരുന്ന ഇത്തരം പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അപ്പോൾ ഇതിനകത്ത് സാൾട്ട് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ പാക്കറ്റ് ഐറ്റംസുകൾ, ചിപ്സുകൾ, ഈ ടൈപ്പ് ഓഫ് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ബി പിയുടെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട്, ഇതിൽ കൂടുതൽ വരുന്നത് സോഡിയം ക്ലോറൈഡാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് നമ്മൾ കുറച്ചിട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ ഒരുപാട് പൊട്ടാസ്യം വരുന്നുണ്ട്. ഇപ്പം അനാർ ഫ്രൂട്ട് എടുക്കുക, അല്ലെങ്കിൽ നേന്ത്രപ്പഴം കഴിച്ച് നോക്കുക. ഇതിലൊക്കെ തന്നെ കൂടുതലായിട്ടും എന്താണുള്ളത്, പൊട്ടാസ്യം ആണുള്ളത്. തൈര് കഴിക്കുന്നത് പൊട്ടാസ്യം നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ പച്ചക്കറികൾ, വാൾനട്ട്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്ത്, മോര്, ഇതൊക്കെ തന്നെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് പൊട്ടാസ്യം കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, ജസ്റ്റ് അത് കറി വെച്ചിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതും നമ്മുടെ ബി പി കുറയ്ക്കുന്നതിന് ഒരു ഹെൽപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സുകളായിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത്, അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇലക്കറികൾ കഴിക്കുക, ബീട്രൂട്ട്, ഇതൊക്കെ നമ്മുടെ ബി പി പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടുതലായിട്ട് നമ്മൾ പാക്കറ്റ് പാലുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബി പി കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാക്കറ്റ് ചിപ്സുകളും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബി പി ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ ക്രമീകരിക്കേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബി പി പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.